പ്രാക്ടീസിന് വേണ്ട വേറെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ലെസണിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിൽ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് ഇങ്ങനെ കുറച്ച് ഷേപ്സ് വരച്ചിട്ട് ആ ഷേപ്സിൽ കൂടെ തയ്ക്കുന്ന കാര്യം നമുക്കിന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയെന്ന്. അതിനായിട്ട് ഞാനിവിടെ സ്ക്വയറും ട്രയാങ്കിളും വരച്ചിട്ടുണ്ട്. ഇതിൽ ഈ ആംഗിൾ വരുമ്പോൾ എങ്ങനെ ടേൺ ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ആദ്യം മെഷീനിൽ നൂലിട്ടിട്ടുണ്ട്, പിന്നെ ബോബിൻ ഇട്ടിട്ടുണ്ട്, പ്ലഗ് ഇൻ ചെയ്തു, ഇനി ഓൺ ചെയ്തിട്ട് ഒരു കോർണറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ആ കോർണർ ഇവിടെ നീഡിലിൻ്റെ എൻഡ് കറക്റ്റ് കോർണറിൽ വരുന്ന ആ പരുവത്തിൽ വേണം വെക്കാനായിട്ട്. ഇത് കറക്റ്റ് കോർണർ കറക്റ്റ് നീഡിൽ അവിടെ വരുന്ന പോലെ വെക്കുക. വരുന്ന പോലെ വെച്ചിട്ട് ഫുട് പെഡലിൽ ചെറുതായിട്ട് ചവിട്ടുക. ഈ അടുത്ത കോർണറിലേക്ക് എത്താറാകുമ്പോൾ സ്പീഡ് കുറച്ച് കൊണ്ടുവരിക. സ്പീഡ് കുറച്ച് കൊണ്ടുവന്നിട്ട് പതുക്കെ നിർത്തിയിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ ഞാൻ ആദ്യം കാണിച്ചു തന്നിരുന്ന ഹാൻഡ് വീല് തിരിക്കാം. ഹാൻഡ് വീല് തിരിച്ചിട്ട് ഹാൻഡ് വീല് നമ്മുടെ നേരെ തന്നെ വേണം തിരിക്കാനായിട്ട്. നമ്മുടെ നേരെ തിരിച്ച് വീണ്ടും തിരിച്ച് എത്തി ആ കറക്റ്റ് കോർണറിൽ വീണ്ടും നീഡിൽ എത്തുന്നത് വരെ തിരിക്കുക. ഇപ്പോൾ കറക്റ്റ് കോർണറിൽ നീഡിലെത്തി. ആ നീഡിൽ അങ്ങനെ തുണിയിൽ തന്നെ വച്ചിട്ട് വേണം നമ്മുടെ ഫുട് പ്രസർ പൊക്കാൻ. ഇപ്പോൾ ഈ തുണി നമുക്കിങ്ങനെ തിരിക്കാം. ഇപ്പോൾ നീഡിൽ ആ കറക്റ്റ് കോർണറിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ ആ കറക്റ്റ് കോർണറിൽ വെച്ചിട്ട് നമ്മൾ ടേൺ ചെയ്തു. ഇനി നമ്മൾ ഫുട് പ്രസർ താഴ്ത്തി നമ്മൾ ഈ ഡയറക്ഷനിൽ വീണ്ടും തയ്ക്കുകയാണ്. ഫുട് പെഡലിൽ ചെറുതായിട്ട് ചവിട്ടുക. എന്നിട്ട് ഫുട് പ്രസർ പൊക്കി ഇപ്പം നീഡിൽ കറക്റ്റ് കോർണറിലാണ് ഇരിക്കുന്നത്. വീണ്ടും തിരിച്ചു. ഇവിടെ എത്തിയപ്പോൾ സ്പീഡ് കുറയ്ക്കാം. സ്പീഡ് കുറച്ച് കൊണ്ടുവന്നിട്ട് ഒന്നുകിൽ പെഡലിൽ ചവിട്ടി തന്നെ നീഡിൽ അവിടെ വരെ എത്തിക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ച് മുമ്പേ തന്നെ നിർത്തിയിട്ട് ഹാൻഡ് വീല് തിരിച്ച് നീഡിൽ കോർണറിൽ എത്തിക്കാം. ഹാൻഡ് വീല് തിരിച്ച് ഇപ്പോൾ കോർണറിലെത്തി. ഇനി ഇപ്പം നീഡിൽ തുണിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഫുട് പ്രസർ പൊക്കി എന്നിട്ട് തിരിച്ചിട്ട് വീണ്ടും ഫുട് പ്രസർ താഴ്ത്തി. ഇനി നമ്മൾ വീണ്ടും ഫുട് പെഡലിൽ ചവിട്ടാണ്. എത്തി. ഇപ്പോൾ 4 വശവും തയ്ച്ച് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നീഡിൽ പൊക്കാം. ഹാൻഡ് വീല് നമ്മുടെ നേരെ തിരിച്ചിട്ട് നീഡിൽ പൊക്കി എന്നിട്ട് നമുക്കിങ്ങനെ എടുക്കാം. ഇതിങ്ങനെ പൊക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നൂല് കട്ട് ചെയ്യുന്നതിന് മുമ്പ് സൂചിയിൽ നിന്ന് കുറച്ചധികം ഇങ്ങനെ വലിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് വീല് നമ്മുടെ നേരെ വീണ്ടും കുറച്ചുകൂടെ തിരിക്കുക. നമ്മുടെ നേരെ തന്നെ വേണം തിരിക്കാനായിട്ട്. വീണ്ടും നമ്മുടെ നേരെ തന്നെ തിരിക്കുമ്പോൾ ഇതിങ്ങനെ ഇളകി വരും. നൂല് ഇങ്ങനെ ഇളകി വരും. എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ട്രയാങ്കിൾ തയ്ക്കുന്ന എങ്ങനെ നോക്കാം. ട്രയാങ്കിളിൻ്റെ കോർണറിൽ കറക്റ്റ് നീഡിൽ വയ്ക്കുക. കറക്റ്റ് നീഡിൽ അവിടെ കറക്റ്റ് പൊസിഷൻ ചെയ്ത് വെച്ചിട്ട് ഫുട് പ്രസർ താഴ്ത്തി എന്നിട്ട് ജെന്റിലായിട്ട് ഫുട് പെഡലിൽ ചവിട്ടാം. ഹാൻഡ് വീല് തിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഹാൻഡ് വീല് തിരിച്ച് കറക്റ്റ് കോർണറിലെത്തിയതിന് ശേഷം ഫുട് പ്രസർ പൊക്കി തുണി തിരിച്ചു. ഇപ്പോൾ കറക്റ്റ് കോർണറിലാണ് നീഡിലിരിക്കുന്നത്. എന്നിട്ട് തിരിച്ചിട്ട് ഫുട് പ്രസർ താഴ്ത്തി വീണ്ടും
ഫുട് പെഡലിൽ ചവിട്ടുക. എത്താറാകുമ്പോൾ സ്പീഡ് കുറച്ച് കോർണറിലെത്തി. കറക്റ്റ് കോർണറിലെത്തി. എന്നിട്ട് തിരിച്ചു കറക്റ്റ്. നല്ല പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഹാൻഡ് വീല് തിരിച്ചെത്തേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് പെഡലിൽ ചവിട്ടി തന്നെ നമുക്ക് കോർണറിൽ എത്താവുന്നതാണ്. കോർണറിൽ എത്താറാകുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ചാൽ മതി. എന്നിട്ട് നമ്മൾ പെഡലിൽ ചവിട്ടി തന്നെ നമ്മൾ കോർണറിലെത്തുക. ഇപ്പോൾ കറക്റ്റ് കോർണറിലെത്തി. ഹാൻഡ് വീൽ അല്ലാതെ തന്നെ നമ്മൾ കറക്റ്റ് കോർണറിലെത്തി. ഇനി ഫുട് പ്രസർ പൊക്കി നീട്ടി പൊക്കി തുണി എടുക്കാം. ഇത് ഞാൻ ഊരെടുക്കണം. അപ്പം ഇത് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് തുണി ആദ്യം ഇങ്ങനെ മാറ്റുക. ഹാൻഡ് വീൽ തിരിച്ച് ഞാൻ തുണി ഊരിയെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ തയ്ച്ച് കഴിഞ്ഞു. അങ്ങനെ ട്രയാങ്കിൾ തയ്ച്ചു, റെക്റ്റാങ്കിൾ തയ്ച്ചു. ഇത് ഇതുപോലെ ഷേപ്സ് നമുക്ക് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ റിവേഴ്സ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് തുണി വെച്ചു, ഫുട് പ്രസർ താഴ്ത്തി, ആദ്യം നേരെ ഒന്ന് തയ്ക്കുക. ഫുട് പെഡലിൽ കാല് വെച്ചിട്ടുണ്ട്. ഫുട് പെഡലിൽ പതുക്കെ ചവിട്ടി തയ്ക്കുക. കുറച്ചെത്തി കഴിയുമ്പോൾ അത് നിർത്തുക. നിർത്തിയിട്ട് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഈ റിവേഴ്സിൽ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും ഫുട് പെഡലിൽ വീണ്ടും ചവിട്ടണം. സോ ഇപ്പോൾ റിവേഴ്സ് തയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഫുട് പെഡലിൽ കാല് ചവിട്ടിക്കൊണ്ട് ഈ റിവേഴ്സ് പ്രസ് ചെയ്യുക. ഫുട് പെഡലിൽ ഞാൻ കാല് ചവിട്ടുകയാണ്. റിവേഴ്സ് ഇപ്പം പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ബാക്കിലേക്ക് പോയി. ഇനി ഫുട് പ്രസറിൽ നിന്ന് കാലെടുത്തു, റിവേഴ്സ് എടുത്തു. ഇനി നമുക്ക് ഇപ്പോൾ അവിടുത്തെ ആ സ്റ്റിച്ചെല്ലാം ലോക്ക്ഡ് ഇൻ ആയിപ്പോൾ ഇനി നമുക്ക് സാധാരണ പോലെ വീണ്ടും തയ്ക്കാം. അതിന് വേണ്ടിയിട്ട് റിവേഴ്സിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റിവേഴ്സ് ഇപ്പം ബാക്ക് ടു നോർമലാണ്. ഇനി ഫുട് പെഡലിൽ കാല് വെച്ച് വീണ്ടും സാധാരണ പോലെ തയ്ക്കാം. ഇത് എൻഡിലെത്തുമ്പോൾ എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ എൻഡിലെത്താറായി. എൻഡിലെത്തുമ്പോൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്തിട്ട് പതുക്കെ തയ്ക്കുക. എന്നിട്ട് ഫുട് പെഡലിൽ നിന്ന് ഇപ്പോൾ കാലെടുത്തിട്ട് നിർത്തി. ഇനി വീണ്ടും ഒന്ന് റിവേഴ്സ് പോകണം. അതിന് വേണ്ടിയിട്ട് ഫുട് പെഡലിൽ കാലുണ്ട്. ഫുട് പെഡലിൽ കാല് വെച്ചുകൊണ്ട് റിവേഴ്സിൽ പ്രസ് ചെയ്തു. ഇനി ഫുട് പെഡലിൽ കാല് പതുക്കെ ചവിട്ടുക. ഓക്കെ, ഇനി നിർത്തുക. എന്നിട്ട് റിവേഴ്സ് മാറ്റിയിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് തയ്ക്കാം. ഇപ്പോൾ അവിടെ ആ നൂലെല്ലാം ഒന്ന് ലോക്ക്ഡ് ഇൻ ആയി. തയ്ക്കുമ്പോൾ നൂല് ലൂസായി പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചുരുണ്ട് പോയിരിക്കുന്നു. കണ്ട, ഇത് ഇവിടെ വല്ലാതെ ചുരുണ്ടിരിക്കുകയാണ്. കണ്ടിട്ടുണ്ട്, ഇത് സാധാരണ പറ്റുന്ന ഒരു പ്രോബ്ലം ആണിത്. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ഇവിടെ ഒരു ടെൻഷൻ വീലുണ്ട്. ആ ടെൻഷൻ വീലിൻ്റെ ടെൻഷൻ കറക്റ്റ് അല്ലാതെ വരുമ്പോഴാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഈ കാണുന്ന ചെറിയൊരു റീലുണ്ട് ഇവിടെ. ഇതങ്ങോട്ടും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും തിരിക്കാം. ഇതിൽ ഓരോ നമ്പേഴ്സും കാണുന്നുണ്ട്. അതാണ് നമ്മൾ നൂലിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോർഷനാണിത്. നമ്മൾ സാധാരണ തയ്ക്കുമ്പോൾ
1 അല്ലെങ്കിൽ 2 ടെൻഷനേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഇതിൽ ഞാൻ ടെൻഷൻ 4 തയ്ച്ചത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്നത്. ഇനി ആ ടെൻഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് ഇതിപ്പോൾ കുറഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത് 4 ഞാൻ 4 തയ്ച്ചപ്പോഴാണ് അത് അങ്ങനെ വന്നത്. ഇനി ഇത് നമുക്കിത് തിരിച്ച് 1 തയ്ച്ച് നോക്കാം. 1 ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അതെങ്ങനെ വരാമെന്ന്. കണ്ട, അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഒട്ടും ചുളിഞ്ഞിട്ടില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വളരെ കോമൺ ആയിട്ട് പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. അതിന് നമ്മൾ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു. പുതിയ കാര്യങ്ങളുമായിട്ട് see you next week.